ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവിൽ ഈ ഒരു മോർണിംഗ് ടാസ്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനു മുമ്പായിട്ട് അനുമോള് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഷാനവാസിക്കയുടെ ഹെൽത്തിന്റെ കാര്യം എന്തായി, അത് എന്താണ് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അനീഷ് ഇന്നലെ രാത്രി മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെ ഹെൽത്തിന്റെ കാര്യം എന്താണ്, അപ്ഡേറ്റ് തരൂ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും കൂടി മോർണിംഗ് സോങ്ങിന് മുമ്പ് അനീഷ് ചോദിച്ചിരുന്നു. അപ്പൊ അനുമോള് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പോലെ പറയുമോ ബിഗ് ബോസ് ഷാനവാസിക്കയുടെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അനീഷിന്റെ അടുത്തും പറയുന്നുണ്ട് സ്റ്റോർ റൂം ക്യാമറയിൽ പോയി ചോദിച്ചില്ല അനീഷ് ഏട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ആര്യൻ ഉണ്ടല്ലോ, നെവിൻ അവിടെ ഇരുന്ന് കേട്ടോണ്ടിരിപ്പുണ്ട്. ആര്യൻ അപ്പുറത്തൂടെ പോയിട്ട് ഒരു പ്രഹസനം കാണിക്കുന്നു. ആ ഒരു ക്യാമറയിൽ പോയി നിന്നിട്ട് ഒരു പ്രഹസനം കാണിക്കുന്നുണ്ട്. ഇതൊരു പ്രഹസനമാണെന്ന് പറയാനുള്ള ഏറ്റവും വലിയൊരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പാതിരാത്രി ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആര്യം പറയുന്നുണ്ടായിരുന്നു ഷാനവാസിനെ നമ്മൾ പുറത്താക്കി, ഇനി അനീഷിനെയും കൂടി എങ്ങനെയും പുറത്താക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേറാം, നമുക്ക് നമ്മുടെ ഗെയിം കയറി പൊക്കോളും എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ ഒരുപാട് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ പ്രഹസനം കാണിക്കുന്നത് ക്യാമറയുടെ മുന്നില്. ഹ്യൂമാനിറ്റി. എന്നിട്ട് ഇവൻ പറയുന്നത് ഇവനുണ്ടല്ലോ, ഇവന് പഠിച്ച കള്ളനാണ്, ഇവൻ നല്ല ഉഡായിപ്പനാണ്, ഫേക്ക് ആണ്, ഫ്രോഡാണ്. പല നിഷ്പക്ഷ റിവ്യൂവേഴ്സിന്റെയും ഭയങ്കര ആരാധനാപാത്രമൊക്കെ ആയിരിക്കും, പക്ഷെ പറയാനുള്ള കാര്യം ഞാൻ പറയുക തന്നെ ചെയ്യും. ഇവൻ നല്ല അട്ടർ ഫേക്ക് ആണ്. ഇവൻ പറയുന്നത് എന്താണെന്ന് അറിയോ, ഐ ഹോപ്പ് ഹി ഈസ് ഡൂയിങ് ഗുഡ്, ഐ ഹോപ്പ് ഹി ഈസ് ഇൻ ഗുഡ് ഹെൽത്ത്. വെറും പ്രഹസനം, വെറും പട്ടിഷോ, എന്തൊക്കെയാണ് പറയുന്നത്. മെഴുകുവാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് നാണമില്ലല്ലോ ഇവനൊന്നും, നാണമില്ലല്ലോ. ഇവനൊക്കെയല്ലേ പുറത്താക്കിയത് പിടിച്ച്, ഇവനൊക്കെയല്ലേ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയത് അയാളെ. ആ മനുഷ്യനെ അത്രയും അധികം ബിപിയും കാര്യങ്ങളൊക്കെ കയറ്റി ഫുഡും കൊടുക്കാതെ പട്ടിണിക്കിട്ട് അത്രയും വഴക്കുണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിലാക്കി ഇവന്റെ പട്ടി പ്രഹസനം കൂടി മനുഷ്യൻ കണ്ടുകൊണ്ട് നിൽക്കണം. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, പറഞ്ഞാൽ ഞാൻ കൂടിപ്പോ. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നു. ഇവനെപ്പോലുള്ളവന്മാരെയൊക്കെ താങ്ങുന്ന ബിഗ് ബോസിനെ വേണം പറയാനായിട്ട്. ഇവനൊക്കെ താങ്ങി കൊടുക്ക് ബിഗ് ബോസെ, താങ്ങി കൊടുക്കിനിയും.